വിശുദ്ധ അൽഫോൻസാമയുടെ സ്നേഹസ്പർശം നേരിട്ടറിഞ്ഞ തലമുറയിലെ അപൂർവ സാന്നിധ്യമാണ് ചെറുപുഴയിലെ മുണ്ടയ്ക്കൽ റോസാമ്മച്ചി. 100-ാം ജന്മദിനം കഴിഞ്ഞിടെയാണ് റോസാമ്മച്ചി ആഘോഷിച്ചത്. ജീവിതത്തിന്റെ ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോഴും അൽഫോൻസാമയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഓർത്തെടുക്കുകയാണ് റോസമ്മ. ഭരണങ്ങാനത്തിന് സമീപം അമ്പാറയിലെ ആക്കൽ കുടുംബാംഗമായ ജോസഫ് മറിയം ദമ്പതികളുടെ മകളാണ് റോസമ്മ. ഭരണങ്ങാനത്ത് 3-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് റോസമ്മയ്ക്ക് അൽഫോൻസാമയുടെ ശിഷ്യയാകാൻ ഭാഗ്യം ലഭിച്ചത്. രോഗബാധിതയായി കിടന്നിരുന്ന സമയത്ത് പോലും അൽഫോൻസാമയെ ഒട്ടേറെ തവണ കണ്ടതും സംസാരിച്ചതും ഇന്നും ഓർമ്മയിലുണ്ട്. എല്ലാ വർഷവും അൽഫോൻസാമയുടെ ചരമവാർഷിക ദിനത്തിലും തിരുനാൾ ദിനത്തിലും റോസമ്മ ഭരണങ്ങാനത്തെത്താറുണ്ട്. 1977 പാലായിൽ നിന്ന് 6 മക്കളുമായി മുണ്ടയ്ക്കൽ മാണി റോസമ്മ ദമ്പതികൾ തിരുമേനി ചാത്തമംഗലത്തെത്തിയത്. തുടർന്ന് 18 ഏക്കർ സ്ഥലം വാങ്ങി വിവിധ കൃഷികൾ ചെയ്ത് കുടുംബം മുന്നോട്ട് കൊണ്ടുപോയി. വിശുദ്ധയുടെ ജീവിതത്തിലെ ചെറിയ സംഭവങ്ങൾ പോലും റോസമ്മയുടെ മനസ്സിൽ ഇന്നുമുണ്ട്. ഇത് എൻ്റെ അമ്മച്ചിയാണ്. ഞാനാണ് മൂത്ത മകന്. അമ്മച്ചിക്ക് 100 വയസ്സ്, 3 മാസം മുമ്പ് 100 വയസ്സായി. അമ്മച്ചിയുടെ വീട് അമ്പാറയാണ്. അമ്പാറ ഭരണങ്ങാനത്ത് 2 കിലോമീറ്റർ ഈരാറ്റുപേട്ടയ്ക്ക് പോകുന്ന വഴിക്ക്. അവിടെ നിന്ന് അമ്മച്ചി ഭരണങ്ങാനത്താണ് പഠിച്ചതൊക്കെ. അപ്പോൾ അൽഫോൻസാമ്മ അസുഖമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ അമ്മച്ചി അതിലെ വരികയും, അമ്മച്ചി അതിന് മുമ്പ് അൽഫോൻസാമ്മ 3-ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുമുണ്ട്. വേറെ പാടാണ് പഠിപ്പിച്ചത്, വേറെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അൽഫോൻസാമ്മയെ കാണുകയും അൽഫോൻസാമ്മ ഇവരെ വിളിച്ച് പൂവ് അങ്ങനെയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനും അമ്മച്ചിയും കൂടെ പണ്ട് ചാത്തത്തിനൊക്കെ പോകുമായിരുന്നു ഭരണങ്ങാനത്ത്. ഞങ്ങളുടെ വീട്, അമ്മച്ചിയെ കെട്ടിച്ചത് മുണ്ടയ്ക്കൽ പാലാ ചെത്തിമറ്റം എന്ന് പറയും, പാലായിൽ. ഞങ്ങളിപ്പോൾ മലബാറിലോട്ട് വന്നിട്ട് 38 കൊല്ലം ആയി. അമ്മച്ചിക്ക് സോഡിയത്തിൻ്റെ കുറവ് കാരണം ഇടയ്ക്കൊരു ബോധക്കുറവൊക്കെ ഉണ്ടേ. അതുകൊണ്ട് അമ്മച്ചി വർത്താനം പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അമ്മച്ചിയുടെ വീട് എവിടെയാ? പാലായിൽ അമ്പാറയല്ലേ? അമ്പാറ അല്ലേ? ഭരണങ്ങാനത്ത് വേദോളം പഠിച്ചില്ലേ? അൽഫോൻസാമ്മ വേദോളം പഠിപ്പിച്ചതാണ്. അൽഫോൻസാമ്മയെ പലപ്പോഴും കാണുമായിരുന്നു അല്ലേ? സ്കൂളിൽ വെച്ച് എപ്പോഴും കാണും. അസുഖമായിരിക്കുന്ന സമയത്തൊക്കെ അൽഫോൻസാമ്മയെ കണ്ടിട്ടുണ്ട്. എടുത്തോണ്ട് പോകും, മറ്റുള്ള എടുത്തോണ്ട് പോകും. അതിലെ പോയി അൽഫോൻസാമ്മയായിട്ടൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അധികമില്ല. അങ്ങനെ വലിയ വർത്തമാനം പഠിക്കൊന്നുമില്ല. എന്നാലും കാണും മിക്കവാറും അല്ലേ? റോസപ്പൂ ഒക്കെ തന്നിട്ടില്ലേ അൽഫോൻസാമ്മ? ചാമ്പങ്ങ പിള്ളേര് വരുമ്പോ ചാമ്പമഴക്കാലത്ത് ചാമ്പങ്ങ പെറുക്കി വെച്ച് തരുമായിരുന്നു പിള്ളേർക്ക്. അമ്മച്ചി അൽഫോൻസാമ്മ മരിക്കുന്നതൊക്കെ അമ്മച്ചി ഓർക്കുന്നില്ലേ? മരിക്കുന്നത് അപ്പൊ കാണാൻ പറ്റിയില്ല. കാണാൻ പോകാൻ പറ്റിയില്ല. അൽഫോൻസാമ്മ മരിച്ചത് ഒക്കെ ഓർക്കുന്നുണ്ട് അല്ലേ? അൽഫോൻസാമ്മ പ്രാർത്ഥിക്കാറില്ലേ? പോവായിരുന്നു. അന്നൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പോവുകയൊക്കെ ചെയ്യായിരുന്നു. അൽഫോൻസാമ്മ മരിച്ചു കഴിഞ്ഞ് പോവുമായിരുന്നു. പേനയൊക്കെ കൊണ്ടുപോയി പരീക്ഷയ്ക്ക് പേനയൊക്കെ കൊണ്ടുപോയി അൽഫോൻസാമ്മയുടെ കബറത്തേക്ക് വെക്കുമായിരുന്നു. അൽഫോൻസാമ്മയുടെ ആളുടെ കാണും. ഈ അടുത്ത വർഷം ഒരാളുടെ ആകുമ്പം പള്ളി അമ്മ പറഞ്ഞു എനിക്കത് അൽഫോൻസാമ്മയുടെ അടക്കിന്റെ അന്ന് അധികം ആളൊന്നും ഇല്ലായിരുന്നു. അന്ന് അച്ഛൻ പ്രസംഗിച്ചപ്പം അച്ഛൻ പറഞ്ഞു ഓരോ കൊല്ലം ചെല്ലുന്നവർ ഈ പള്ളിയിൽ നിൽക്കാൻ മേലാത്ത പോലെ ആളുകൾ വരും, അതിനുള്ള സാധ്യത. അങ്ങനെയാണ് അൽഫോൻസാമ്മയുടെ ജീവിതം എന്ന് പറഞ്ഞാലെന്ന് ഉള്ള കാര്യം അമ്മച്ചൻ പറഞ്ഞു. അമ്മ മരിച്ചു. പിന്നെയാണ് പ്രസവമൊന്നുമില്ല. അമ്മച്ചി പറഞ്ഞതെന്നു വെച്ചാൽ അൽഫോൻസാമ്മയുടെ അവസാന നാളുകളിൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇരിക്കും. അങ്ങനെ ഈ ജനലിക്കൂടെയൊക്കെ നോക്കുമ്പം ഇവരൊക്കെ അതിലെ വരാൻ്റെ കൂടെ പോകുമ്പം കാണുകയും ഒക്കെ ചെയ്യുന്നതാണ് അമ്മച്ചി പറഞ്ഞത്. എന്നെ പറ്റി എല്ലാവർക്കും മതിപ്പുള്ളൊരു കാലമായിരുന്നു. ഇംഗ്ലീഷും സാഹിത്യന്മാരോടൊക്കെ
പിന്നെ ഇംഗ്ലീഷൊക്കെ സംസാരിച്ചു. അതിൻ്റെ എനിക്കൊരു 12 വയസ്സൊക്കെ ഉള്ളപ്പോൾ അമ്മച്ചിയുടെ കൂടെ ഭരണങ്ങാനത്ത് പോയി ചാത്തതിന് പോകുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. പല പ്രാവശ്യം ഞങ്ങൾ പോയിട്ടുണ്ട്. അമ്മച്ചി ആദ്യം ചാത്തമായിരുന്നല്ലോ. ചാത്തതിന് പോകുന്നത് അമ്മച്ചിയുടെ കൂടെയൊക്കെ പോകുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അത് ചെറുതായിട്ട് ഓർക്കുന്നുണ്ട്. 6 മാസം 8 മാസമൊക്കെ അമ്മായി ഇപ്പോഴും പറയുമായിരുന്നു. അമ്മായി അതെന്നാന്നറിയോ, അത് ചെറിയ അല്പമാണ്. അല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെയൊക്കെ എന്റെയൊക്കെ അമ്മയുടെ ആങ്ങള, വല്യമ്മയുടെ ആങ്ങള, എന്റെ വല്യമ്മയുടെ ആങ്ങള, പുള്ളിക്കാരൻ എറണാകുളത്ത് കോളേജിലെ പ്രൊഫസറായിരുന്നു. മലയാളം മലയാളവും ഇംഗ്ലീഷും രണ്ടും ഉണ്ട്. മണ്ണൂരിട്ടെന്ന വീട്ടിലെ പുള്ളിക്കാരൻ ആദ്യം ഒരു കൊച്ചുണ്ടായി. ആ കൊച്ചുണ്ടായത് ആൺകൊച്ചാണെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യന്റെ രൂപം അല്ല, അതുപോലെ ഒരു രൂപമായിട്ട് ഒക്കെ ആയിട്ടൊരു കൊച്ചായിരുന്നു. അപ്പൊ ആ കൊച്ച് ഉണ്ടായി കഴിഞ്ഞ് അൽഫോൻസാമ്മയെ കാണാനായിട്ട് ഈ അങ്കിളും ആന്റിയും കൂടെ പോയി കഴിഞ്ഞപ്പം അപ്പൊ ഇവരൊക്കെ അറിയുന്നു അൽഫോൻസാമ്മയെ, അവര് മറക്കാരാ. അപ്പം പറഞ്ഞു, എടി നീ ഒന്നും പേടിക്കാനൊന്നുമില്ല, നല്ല മിടുക്കന്മാര് ആമ്പിള്ളേര് തന്നെ നിങ്ങൾക്കുണ്ടാകും. ഈ കൊച്ചീതാൾ കഴിയാതെ പുള്ളി അറിയാം. എം എം മാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ സിൻഡിക്കേറ്റ് യൂണിവേഴ്സിറ്റി ചോദ്യ പേപ്പറൊക്കെ ഉണ്ടാക്കുന്ന ഒക്കെ ഉണ്ടായിരുന്ന ആളാ. അതുപോലെ തന്നെ മരിച്ചും 6 ആമ്പിള്ളേര്. ഇപ്പൊ അച്ഛനും 6 ആമ്പിള്ളേരും. അവരെല്ലാരും എറണാകുളം അച്ഛനും ഉണ്ട്. അതൊരു അത്ഭുതമായിരുന്നു. അൽഫോൻസാമ്മ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചൊരു കാര്യമാണ്. ഇപ്പോഴീ പറഞ്ഞ വിഷയങ്ങളൊക്കെയാ. പിന്നെ ഒരിക്കൽ ഞങ്ങൾ പറഞ്ഞതിനകത്ത് വേറൊരു ഫംഗ്ഷന് പോയപ്പോൾ ഞങ്ങൾ ഒന്നിച്ചു പോയി. അപ്പൊ എന്റെ മനസ്സിൽ പിന്നെ കഥയുള്ള കാര്യമില്ല. അൽഫോൻസാമ്മയുടെ കബറടത്തൊക്കെ പോയിട്ട് അൽഫോൻസാമ്മ എന്നെ ഓർക്കുന്നുണ്ടോന്ന് അമ്മച്ചി അവിടെ വെച്ച് ചോദിക്കുകയാണ് കബറടത്തെങ്കില്. അപ്പൊ അമ്മച്ചിക്ക് അതുപോലെ അടുപ്പം ഉള്ളതുകൊണ്ട് അപ്പൊ ഞങ്ങളൊക്കെ ചെറിയ ചിരി വന്നു. അൽഫോൻസാമ്മേ പണ്ട് പന്നെ പഠിപ്പിച്ചല്ലേ, ഇപ്പൊ എന്നെ ഓർക്കുന്നില്ലേ എന്നൊരു അർത്ഥത്തിൽ അമ്മച്ചി ചോദിച്ചു. ഫോട്ടോ അൽഫോൻസാമ്മ ഇങ്ങനെയൊക്കെയാണോ ഇരുന്നത്? നല്ല സുന്ദരിയായിരുന്നു. ഇത് കാണുമ്പം അൽഫോൻസാമ്മയെ ഓർമ്മ വരുന്നുണ്ടല്ലേ? കൊച്ചിലെ കണ്ടതായിട്ടൊക്കെ ഓർക്കുന്നില്ലേ? സാരി വിളിച്ചേക്കാണ്ട് മൂഞ്ഞാരല്ലോ അന്തീനാട് മൂഞ്ഞാറ് കാണാത്ത സ്ഥലമാണല്ലോ പറഞ്ഞത്. ഈക്കോയ്ക്കൊക്കെ ഭാഗവട്ടമില്ല. അവിടെ പഠിപ്പിക്കുമായിരുന്നു. അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ പഠിപ്പിച്ചു. അമ്മച്ചിയുടെ ആദ്യത്തെ കൊച്ചു മരിച്ചുപോയി അല്ലേ? അത് കഴിഞ്ഞുണ്ടായതാ ഞാൻ. അത് കഴിഞ്ഞ് 7 കൊല്ലം പിള്ളേരില്ലേ? അപ്പൊ അല്പം സമയം അവിടെ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നേർച്ചയൊക്കെ നേരാണ് പിന്നെ പിള്ളേരുണ്ടാകുന്നത്.